രമേശ് ചേട്ടാ വെൽക്കം ടു ഫൺ ബേബി ഫൺ. പ്രചോദേട്ടാ വെൽക്കം. ആര് ചേച്ചി ബേബി സാർ ഹായ്. അപ്പൊ എപ്പിസോഡ് തുടങ്ങാനേ നമ്മള് റെഡി. ഹലോ ഹലോ മാഡം ഇപ്പൊ എത്തും. ഞാൻ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഒരു പിസ്സ ഒന്ന് കൊടുത്ത് മാഡം. പിസ്സ ഓക്കെ മാഡം. പിസ്സ ഓർഡർ ചെയ്തിരുന്നോ? പിന്നെ ഞാൻ ഇത് തന്നെ ഓർഡറിൽ ഒരു ഇതിലാ പറയുന്നത്. ഞാൻ പിസ്സ ഓർഡർ ചെയ്തിട്ടില്ല. പിസ്സ ഓർഡർ ചെയ്തിരിക്കുന്നു. പിസ്സ ഓർഡർ ചെയ്തു. അമ്മി അയ്യോ അത് പിഷാരടി സാറല്ലേ? അതെ. മറ്റേത് പ്രചോദട്ടെ ടി വി കാണുന്ന അതേപോലെ തന്നെയുള്ള. ഇവിടെ ഞങ്ങളുടെ ഷൂട്ട് നടക്കുക. അയ്യോ നിങ്ങളുടെ കോമ്പോ ഒക്കെ ഭയങ്കര വൈബാണ്ടോ? ഭയങ്കര രസാ. പരിപാടിയൊക്കെ പിന്നെ കാണാറുണ്ടോ? റിപ്പീറ്റും കാണും ഞാൻ. അല്ല വീട് വെച്ച് വല്ലതും വന്നാണോ? ഇല്ല സാറേ ഇവിടെ നിന്ന് തന്നെയാണ് നമ്മള് വിളിച്ച്. നമ്മള് ഇവിടെ ഓർഡർ ചെയ്തിട്ട് ഓർഡർ ചെയ്യാൻ കൊണ്ടുവരില്ലല്ലോ. ക്രിസ്മസ് ഫാദർ വന്നേക്കണേ. അല്ല അത് ഞാൻ പിസ്സ ഡെലിവറി പോയാണ്. ഞാൻ പിസ്സ ഓർഡർ ചെയ്തിട്ടില്ല. ഓർഡർ ചെയ്തോ? ഇല്ല ഞാന് എനിക്ക് കഴിക്കാൻ തിരക്കിലെങ്ങാൻ ഓർഡർ ചെയ്ത് മറന്നുപോയിണ്ടാവോ ചിലപ്പോ? അല്ല ശാന്തിനെ ആയിരിക്കുള്ളൂ. ഇവിടെ നേരത്തെ ഫോൺ ചെയ്യണേ കണ്ടതാ. ഏയ് ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല. ഞാൻ എന്തിനാ ഓർഡർ ചെയ്യണേ? ഞാൻ മേഡത്തിന് കൊടുക്കണ ഫ്രൂട്ട്സ് നട്ട്സ് എല്ലാം മേഡത്തിന് കൊടുക്കണതിനൊപ്പം തന്നെ കഴിക്കണേ. അല്ല ഇവളിവിടെ നഴ്സ് പണിക്ക് വന്നതാണോ അത് റീൽസ് പണിക്ക് വന്നതാണ്? 24 മണിക്കൂറും ഫോണും വേണല്ല. അല്ല എനിക്കൊന്നും പിസ്സ ഇഷ്ടമല്ലാത്ത. അല്ല എനിക്ക് തോന്നുന്നത് ബേബി സാർ തന്നെ എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ചിട്ട് പറയാൻ മടിയായിട്ടുണ്ടായിരിക്കും. ബേബിച്ചൻ ഒരിക്കലും ഒന്നാമത് പിസ്സ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ബർഗറാണ് ഇഷ്ടം. എനിക്കൊന്നും പിഷാരടി ആയിരിക്കുള്ളൂ ഓർഡർ ചെയ്തേക്കുന്നത്. ഇത് ഞാൻ ഓർഡർ ചെയ്യുമോ? എനിക്ക് അറിയില്ല. ഇത്രയും പേരുള്ള സ്ഥലത്ത് ഞാനാണ് ഈ തർക്കം ഇവിടെ ഉണ്ടാവുമോ? ഇത്രയും പേരുള്ള സ്ഥലത്ത് ഒരു പിസ്സ ഓർഡർ ചെയ്ത് ഞാൻ ഓർഡർ ചെയ്യുമോ? ഞാനായിരുന്നെങ്കിൽ അത് ഞാൻ ആ ഗേറ്റിൽ നിന്ന് തന്നെ മേടിച്ച് ആരും കാണാതെ പാർക്കിംഗ് പോയി തിന്നിട്ട് തന്നെ കയറി വരൂലേ? എന്തായാലും എന്റെ മോനായിരിക്കൂല ഓർഡർ ചെയ്തേക്കണേ. കാരണം നാളെ പിസ്സ ഓർഡർ ചെയ്തിട്ട് ഒരു കുപ്പി പശയാണ് വന്നത്. സ്പെല്ലിങ് മാറിപ്പോയി. പ്രചോദേട്ടൻ നിങ്ങളാണോ ചെയ്തത്? ഞാൻ അങ്ങനെ ചെയ്യാന്. ഞാൻ ഷൂട്ട് കാണിച്ച് ഇന്നലെ കഴിക്കുന്നത് മുഴുവനുള്ള ബില്ല് ഇന്നും ഉള്ള എല്ലാ ബില്ലും ഞാൻ പിഷാരുടെ പേരിൽ എഴുതി ചേർത്തിരിക്കുക. ഇനിയിപ്പോ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊറിഞ്ഞോണ്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ പ്രചോദം എന്തായാലും വരൂല, ഓർഡർ ചെയ്യൂല. കാരണം പ്രചോദന്റെ വീട്ടില് പിഷാരടി അതിഥിയായിട്ട് വന്നിട്ട് ചോറ് കൊടുത്തിട്ട് അതിന് ബില്ല് കൊടുത്ത ആളാണ്. അല്ല അതെ അമ്മച്ചി, അത് പിഷാരടി സാറേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഇത് ആരാ ഓർഡർ ചെയ്തെന്ന് ഇതൊന്ന് കൈപ്പറ്റുക. എനിക്ക് ഓർഡർ ചെയ്ത നമ്പർ ഉണ്ടാവുമല്ലോ, ആ നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്കി. അല്ല ഞാൻ വിളിച്ചപ്പോ ആ ഫോൺ നമ്പർ സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ടാ ഞാൻ, അല്ലെങ്കിൽ ഞാനാ എനിക്ക് പിസ പോയിട്ട് പിഷാരടിയുടെ നമ്പർ പോലും അറിയാൻ പാടില്ല. അയ്യോ എന്റെ നമ്പർ കയ്യിലില്ലേ? ആർക്ക് വേണം? ആരെങ്കിലും ഒന്ന് കൈപ്പറ്റി കഴിഞ്ഞാൽ ഡെലിവറി പോയി. അത് എന്ത് പിസ? അത് ഇത് മഷ്റൂം പിസ. നീ തിന്നു നോക്കിട്ടാ ഉണ്ടെന്നേ. അതെ, ഇത് ക്യാഷ് ഓൺ ഡെലിവറി ആണോ അതോ ഇതിന്റെ പേയ്മെന്റ് കഴിഞ്ഞതാണോ? സാർ ഓൾറെഡി പെയ്ഡഡ് ആണ് പൈസ. ഞാൻ പിഷാരടി ഇത് പിഷാരടി എന്തോ കാണിക്കണേ? ഇതെന്ത് ചൂടാണിത്? അല്ല അത് ഞങ്ങള് സ്വയം ചൂടാക്കണതല്ല, നമ്മള് നട്ടുചേർത്തുള്ളത് കൊണ്ടുവരണേ. അപ്പൊ സൂര്യന്റെ ചൂടും ബൈക്കിന് വരുമ്പോ ആ സൈലൻസറിന്റെ ചൂടും കൊണ്ട് ആ ചൂടും എന്തായാലും ഇത് മറ്റേ വട്ടത്തിരിക്കുന്ന സാധനല്ലേ, ഇത് നമുക്ക് ഒരുപോലെ ഈക്വൽ ആയിട്ട് മുറിച്ച് എല്ലാവർക്കും ഷെയർ ചെയ്തെടുക്കാം. ഒരേപോലെ. ഓക്കെ ചേട്ടാ, നിങ്ങളും കഴിച്ചിട്ട് പോയാ. അല്ല എനിക്ക് വർക്ക് ഉണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല. ചേട്ടൻ കൊണ്ടുവന്ന സാധനം ചേട്ടന് ഇതിന്റെ ഒരു പങ്ക് പറ്റിയിട്ട് പോയാൽ മതി. ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. ചൂട് പിസയ്ക്ക് മുന്നേ ചൂട് സ്റ്റാൻഡപ്പ് കോമഡിയുമായി എത്തുന്നു സംഗീത് വടക്കാഞ്ചേരി. ആര്യ മാമിനോട് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നേ. അപ്പോ മാം പറഞ്ഞു സാറിനോട് ചോദിക്കാതെ ചെയ്യാൻ പറ്റില്ല എന്ന്. സാർ ബിസിനസ് ഒക്കെ കുറെ ചെയ്യുന്ന ആളാണല്ലോ. അപ്പൊ ഈ ഇടയ്ക്ക് എന്റെ ബിസിനസ് ഡള്ളായി. അപ്പൊ എനിക്ക് കുറച്ച് പൈസ ഒന്ന് സഹായിച്ചാൽ ഒരു 500 രൂപ. 500 രൂപ എന്ത് ബിസിനസ് ചെയ്യാനാ? നൺ ഓഫ് യുവർ ബിസിനസ്. അതറിയേണ്ട കാര്യമില്ല. പൈസ തരാൻ പറ്റുമെങ്കിൽ
അത് ഞാൻ തീരുമാനിക്കട്ടെ, നോക്കട്ടെ. പ്രകടനം കണ്ടിട്ട് നമുക്ക് തീരുമാനിക്കാം. സംഗീതത്തിന് പിസ ഇഷ്ടമാണോ? ഇഷ്ടമാണോന്നാ? പക്ഷെ നേരത്തെ വന്ന നമ്മുടെ ആ വീതമക്കടിനകത്ത് സംഗീതം ഞങ്ങൾ ഉൾപ്പെടുത്തിയാണ്. പക്ഷെ ഞങ്ങളത് ഇതായിപ്പോയി. നല്ലൊരു പിസ കിട്ടിയിട്ടുണ്ട് ഞങ്ങക്ക്. നല്ലൊരു പിസ കിട്ടിയിട്ടുണ്ട്. പിസ അല്ലാതെ കഴിക്കാൻ ഇഷ്ടമുള്ള സാധനം എന്താ? ബർഗർ. ഇനി ഓർഡർ ചെയ്യണം കേട്ടോ, ഞങ്ങൾക്കും കൂടെ വേണ്ടി ഓർഡർ ചെയ്യണം എന്തായാലും കേട്ടോ. അപ്പൊ കുറച്ച് കിട്ടിയില്ലേ? നേരെ പെർഫോം ചെയ്താലോ? ആ മുടി കുറച്ച് ഇവിടെ വെട്ടിയിട്ടുള്ള ആ മേഡത്തിന് ഞാൻ വേണമെങ്കിൽ ഒരു ഉപദേശം കൊടുക്കാം. അതായത് ഇപ്പൊ അമേരിക്കയിൽ കണ്ടുപിടിച്ച ഒരു സംഭവമാണ്, കൈ നല്ലോണം അടിച്ചു കഴിഞ്ഞാൽ മുടി നല്ലോണം തഴച്ചു വളരും. അപ്പൊ നിങ്ങള് എല്ലാവർക്കും വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. എവിടെ ഒരു അനക്കൂല്ല. അവര് മുടി വന്നില്ലേലും വേണ്ടില്ല, കഴിയടിക്കാലും തീരുമാനിച്ചിട്ടിരിക്കുക. സംഗീതേ, അപ്പൊ പൊളിക്കുന്നു. കാര്യം ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ പിസ്സ വെയിറ്റിംഗ് ആണ്. പറഞ്ഞ സ്ഥിതിക്ക് എനിക്കൊരു കഷ്ണം അറിയത്തില്ല. കോമഡി നന്നായി നമ്മൾ ഒരു പീസ് തന്നുവിടും. അവർക്ക് വേറെ സമ്മാനം ഉണ്ടല്ലോ. മാത്രമല്ല, ഈ പ്രാവശ്യം സംഗീതം വന്നേക്കുന്നത് ഭയങ്കര കോൺഫിഡൻസോടുകൂടിയാണ് വന്നേക്കുന്നത്. ഇന്ന് പൊളിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കണ്ടു എന്തായാലും പെർഫോമൻസ് കണ്ടിട്ട് രമേശേട്ടാ, ഇന്ത്യ പാക് യുദ്ധം നിർത്തിവെച്ചല്ലോ. അപ്പോ ഭയങ്കര നഷ്ടം സംഭവിച്ചു. ആർക്കും? എനിക്കില്ല, ന്യൂസ് ചാനലുകൾക്ക്. എന്നാൽ അതിനേക്കാൾ നഷ്ടമാണ് ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ബോറടിക്കും, ഫോൺ നോക്കി കഴിഞ്ഞാൽ അമ്മ അടിക്കും, കക്കൂസി പോയ കൊതു കടിക്കും. പിന്നെ ആകെ ഒരു സന്തോഷം എന്ന് പറയുന്നത് പുറത്തു പോകുമ്പോഴാണ്. അപ്പൊ എം അടിക്കും. എം മീൻസ് MBD. സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ പുറത്തേക്ക് പോകണ്ടോ ഇല്ലയോ എന്ന് വീട്ടുകാർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ എന്നെ പറ്റി വീട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും, ഇവൻ കൂലി സിനിമയിലെ ഉപേന്ദ്രനെ പോലെ റൂമിൽ നിന്ന് പുറത്തിറങ്ങാറേ ഇല്ലെന്ന്. സംഭവം ശരിയാണ്. നിങ്ങൾക്ക് ഉണ്ണിയപ്പം ഇഷ്ടമാണോ? ഉണ്ണിയപ്പം ഇഷ്ടല്ലേ? ഉപദേശം ഇഷ്ടമല്ലോ? അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് ബന്ധുക്കാരുടെ. ഇപ്പൊ വീട്ടുകാരുടെ ഉപദേശം കേട്ട് നമ്മൾ ബോറടിച്ചിരിക്കുമ്പോഴാവും ഈ കറണ്ട് ബില്ല് 2 മാസം കൂടുമ്പോൾ വരുന്ന പോലെ ഏതെങ്കിലും ഒരു ബന്ധുക്കാരൻ 2 മാസം കൂടുമ്പോൾ വരുന്നു. ഇവരാണെങ്കിലോ കറണ്ടിനേക്കാൾ വലിയ ഷോക്ക് തന്നിട്ട് പോവും ചെയ്യും. 4 മണിയാവുമ്പോ ചായ കുടിക്കാനായിട്ട് ഇരിക്കുമല്ലോ, അപ്പോ ഇവർ കൊണ്ടുവന്ന പൊതി എടുത്ത് മേശപ്പുറത്ത് വെക്കും. എന്തിന്റെ? ഉപദേശത്തിന്റെ. ഇവരുടെ ഉപദേശം കേട്ട് കഴിഞ്ഞാൽ വീട്ടിലെ പട്ടി വരെ പിറ്റേ ദിവസം ജോലിക്ക് പോകും. ഇപ്പൊ എന്നോട് ചോദിക്കാറുണ്ട്, എടാ നീ ഇങ്ങനെ ആയ പോരാ, നിനക്ക് ഒരു പെണ്ണ് കിട്ടിയാൽ എന്താ? ഒരുള്ള ചോറ് ഞങ്ങൾക്ക് എന്ന് തരിക. മൂപ്പർക്ക് ബനാന ലീഫിൽ പുട്ടടിക്കാനാണല്ലോ ഞാൻ കല്യാണം കഴിക്കണത്. അപ്പൊ ഞാൻ പറയും പുള്ളിയെടുത്തേ, അല്ല സമയമായിട്ടില്ല, ഞാനൊരു എലോൺ മസ്കോ അംബാനിയൊക്കെ ആയതിനു ശേഷം കല്യാണം കഴിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ മുഖം ബ്രൈറ്റ് ആവും കേട്ടോ, കാരണം ഇത് നടപടിയാവില്ല എന്ന് അറിയാലോ. അപ്പൊ പറയണേ, നിനക്ക് ഇപ്പോഴൊന്നും അങ്ങനെയാണെങ്കിൽ പെണ്ണ് കെട്ടില്ലാന്ന്. അല്ലെങ്കിൽ ഈ പെൺപിള്ളേരൊക്കെ എന്റെ പിന്നിൽ ക്യൂ നിൽക്കാണല്ലോ. ഞാനാണല്ലോ ആണുങ്ങളിൽ ഐശ്വര്യറായി. പുള്ളിയുടെ മകൻ UK വർക്ക് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ക്ലച്ച് പിടിക്കില്ല, UK പോകുന്ന പറഞ്ഞ് തല്ലി പുറത്താക്കിയതാ. ഇപ്പൊ പുള്ളി UK പോയിക്കൊണ്ടിരിക്കട്ടാ. അപ്പൊ ഈ August 15 പുള്ളി ഒരു സ്റ്റാറ്റസ് ഇട്ടു, ഒരു കൊടിയൊക്കെ പിടിച്ച് ഫ്ലാഗൊക്കെ പിടിച്ചിട്ട്, വന്ദേ മാതരം, ഇന്ത്യ ഈസ് മൈ കൺട്രി എന്നൊക്കെ. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇന്ത്യ ഇഷ്ടമല്ലല്ലോ? അത് നമ്മൾ UK വൺ സൈഡ് ലവ് ഉണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ഉപദേശിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ നമ്മള് സഹായം എന്തായാലും ചോദിക്കുമല്ലോ. അപ്പൊ ഞാനൊരു ദിവസം ഇതുപോലെ മലയാളത്ത് സഹായം ചോദിച്ച പോലെ പുള്ളി അടുത്ത് പോയി ചോദിച്ചു. അപ്പൊ പുള്ളി ഒരു പരസ്പര ബന്ധമില്ലാത്ത വർത്താനം. നിങ്ങൾക്കറിയാലോ ഇവിടുത്തെ അവസ്ഥ. കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന അച്ഛൻ, പുരനിറഞ്ഞു നിൽക്കുന്ന അമ്മ, കുടിച്ചു കൂത്താടി വരുന്ന ഭാര്യ, ഇവർക്കൊക്കെ എന്റെ തുച്ഛമായ ശമ്പളം വേണം ജീവിക്കാൻ. ഇമാതിരി പ്രയോഗം. എന്നിട്ട് പറയണേ, നീയേ കാശ് ചോദിക്കാനായിട്ട് വരല്ലേ, അല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോന്ന്. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോയി ഞാൻ എന്താ കരണ്ട. ഇതേപോലെ കോട്ടക്കരയിൽ നിന്ന് ഒരു കസിൻ വരും കേട്ടാ. പുള്ളി വരുമ്പോ കുഴപ്പമില്ല, പുള്ളി വരുമ്പോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. ഓറഞ്ച് ഇപ്പൊ കൊണ്ടുവന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം കേരളത്തില് ഏറ്റവും വില കുറവ് ഓറഞ്ചിനായിരിക്കും. ഇപ്പൊ ആപ്പിൾ കൊണ്ടുവന്ന അത് പുള്ളിക്ക് വേറെ ആരിന് കൊടുത്തതായിരിക്കും, അല്ലാണ്ട് സ്വന്തമായിട്ട് മേടിക്കില്ല. പുള്ളി ചിലപ്പോ കുത്തി കാണിക്കും. ഇപ്പൊ സീറ്റിലിരുന്ന് വിചാരിക്കുക. അപ്പൊ എന്താ കുത്തിയല്ലോ, പുതിയ കാറിന്റെ കീ. ഊണിന് മുമ്പ് മൂപ്പർക്ക് പ്രകൃതിയുടെ മിശ്രണം 2.5 അടിക്കണം ശീല. അപ്പൊ തന്നെ ഉപദേശം തുടങ്ങും, മക്കളെ നിങ്ങളാരും കള്ളു കുടിക്കരുത്, കാരണം മൂപ്പർക്ക് തികയില്ല. കള്ളു കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. പുള്ളിക്കാണെങ്കിലോ മദ്യപിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. എന്റെ അടുത്ത് പറയും, നീ അവസരങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത്, ഓപ്പർച്യൂണിറ്റി വേണ്ടി നീ ഇറങ്ങ്. കേട്ടിട്ടില്ലേ, വല്ലവന് ഫുള്ളുമായി തന്ന് എല്ലാം ഫുള്ള് വെച്ച്. അപ്പൊ ഞാൻ ചോദിക്കേ, ഇപ്പൊ പുള്ളിയുടെ അടുത്ത്
ഇഷ്ടമുള്ള ഫ്ലേവർ അത് ഐസ്ക്രീമിന്റെ കേട്ടാ ഫ്ലേവർ ഏതാന്ന് ചോദിക്ക്. ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാ? ബട്ടർ സ്കോച്ച്. എല്ലാം മദ്യം. ഇപ്പോ സിഗരറ്റ് വലിക്കും പുള്ളി. അപ്പൊ ഞാൻ പറയും സിഗരറ്റ് വലിക്കരുത്, ക്യാൻസർ വരും. ഓ, സിഗരറ്റ് വലിച്ച് ക്യാൻസർ വരുന്ന രണ്ടാളുടെ പേര് പറയുന്നത്. എങ്ങനെ വരാനാണ്? അതിന് മുന്നേ അറ്റാക്ക് വന്ന് പൂലാള്. ഇത് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം മലബന്ധത്തിന് നല്ലത് മലബാർ ബീഡി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ വരും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഡെയിലി അമ്പലത്തിൽ പോകാം. അപ്പൊ എന്നെ വിളിക്കാൻ അമ്പലത്തിൽ പോവാൻ ഞാൻ പോവാറില്ല. ഞാൻ ആകെ കൂടി പ്രാർത്ഥിക്കുന്നത് ബംഗാളിയുടെ മുന്നിൽ മുടി കെട്ടാനിരിക്കുമ്പോഴും സിബ് കുടുങ്ങുമ്പോഴും മാത്രമാണ്. അപ്പൊ പുള്ളി പറയണേ, ഇങ്ങനെയാണെങ്കിൽ നീ സ്വർഗത്തിൽ പോവില്ല, നരകത്തിലേ പോവുള്ളൂ. മൂപ്പര് എൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് പോയാ അവിടെ മുതൽ എനിക്ക് സ്വർഗം. പക്ഷെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ തടിയുണ്ടല്ലോ, എന്നേക്കാ തടിയാണ് മൂപ്പർക്ക്. അപ്പോൾ മൂപ്പര് ഓടിക്കുന്ന വണ്ടിയുടെ പുറകിൽ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ വഴി കൂടെ പോകുമ്പോൾ പിള്ളേര്, ക്ലബിന്റെ പിള്ളേര് പറയും, നിങ്ങൾ പോണ കാണാൻ നല്ല രസമുണ്ട് കേട്ടാ. പുതിയ സോപ്പ് വാങ്ങുമ്പോൾ അതിന്റെ പുറകിൽ പഴയ സോപ്പ് ഒട്ടിയിരിക്കണം. നിങ്ങളുടെ വീട്ടിലാരെങ്കിലും പട്ടി വളർത്തണ്ട? ഇല്ല. ഇപ്പൊ നമ്മള് ഉണ്ടല്ലേ, കിട്ടി. ഇപ്പൊ നമ്മൾ പട്ടിയുള്ളൊരു വീട്ടിലേക്ക് പോവാ വിചാരിക്കുക. അപ്പോ ആ വീട്ടിലെ ഉടമസ്ഥൻ പറയട്ടാ, അതെ അതൊന്നും ചെയ്യില്ല, അതൊരു സാധുവാണ്. ഇതും വിശ്വസിച്ച് നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ പട്ടിയുടെ പണിയെടുക്കും. അപ്പൊ ഇവരെന്താ പറയുന്നറിയോ? അയ്യോ അതൊരു പാവായിരുന്നല്ലോ, എന്താ പറ്റിയാണോ, എന്ത് പറ്റാ, എന്റെ മൂട്ടിന്ന് 1/2 കിലോ വെയിറ്റ് ലോസ് നടന്നതല്ലാതെ. അതുകൊണ്ട് എനിക്ക് പട്ടി ഭയങ്കര പേടിയാ. അപ്പൊ ഒരു ദിവസം ഞാൻ വഴി കൂടെ പോകുമ്പോ കുറെ പട്ടികൾ തന്നെ വളർന്നിട്ടാണ്. അപ്പൊ ആ വീടിന്റെ മുന്നിൽ ഒരു ടെറസ് വീടുണ്ട്. അപ്പൊ അയാൾ എന്നെ അടുത്ത് പറയാം, ഇങ്ങനെ പേടിക്കാതാ, നിനക്ക് 10-35 വയസ്സായില്ലേന്ന്. എനിക്ക് 35 വയസ്സായെന്ന് എനിക്കല്ലേ അറിയുള്ളൂ, പട്ടിക്ക് അറിയില്ലല്ലോ. ബൈ, താങ്ക് യു. ബേബി സാറ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ആദ്യം പറഞ്ഞില്ല, വന്ന് നിന്നപ്പോ നല്ല ഒരു കോൺഫിഡൻസ് ഉണ്ടെന്ന്. അത് പെർഫോമൻസിൽ ഉണ്ടായിരുന്നു അല്ലേ? അതെ അല്ലേ പ്രചോദേട്ടാ? ഓ സംഗീത സത്യമാണ്. കാര്യം വന്നപ്പോഴുള്ള എനർജി ഇല്ലേ, അത് മൊത്തത്തിൽ പെർഫോമൻസിന് ഗംഭീരമായിട്ട് ചെയ്തു എന്നുള്ള കാര്യം. എല്ലാം നല്ല, ഒന്നും വിട്ടുപോകാതെ, ഒരു ഡൗട്ടും ഇല്ലാതെ. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് അണച്ചത് അതുകൊണ്ടാണ് അല്ലേ? അതെ, ഒന്നും മിസ്സാകരുന്ന ഒരു കോൺഫിഡൻസ് അത് ഗംഭീരമായിട്ട് ചെയ്തു സംഗീത. അടിപൊളിയായിരുന്നു. സംഗീതം നല്ലതായിരുന്നു. സംഗീതത്തിൽ പറഞ്ഞാൽ ഈ പട്ടിയുള്ള വീട്ടുകാർ പറയുമല്ലോ, അതൊന്നും ചെയ്യുകയില്ലെന്ന്. എങ്ങനെ പറഞ്ഞാലും നമുക്ക് ധൈര്യം കിട്ടാത്ത കേസാ. പട്ടീനെ കൊണ്ടു നടക്കുന്നവൻ പറയും ഇതൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ. പക്ഷെ പട്ടിക്കൊന്നും അങ്ങനെയൊന്നും ഇല്ല. അത് പിടിച്ച് കടിക്കുകയൊക്കെ ചെയ്താലും നമ്മൾ തന്നെ കൊള്ളേണ്ടി വരുന്നുണ്ട്. അതൊക്കെ നല്ല തമാശയായിരുന്നു. ഇത്രയധികം തമാശകൾ നല്ല സ്പീഡിൽ, നല്ല ഈ കോൺഫിഡൻസ് അല്ല, ഒരു അടിച്ചേൽപ്പിക്കുക എന്ന് പറയൂലേ നമ്മളെ നിർബന്ധിച്ച്, അതുപോലെ അവിടെ നിന്ന് നിങ്ങൾ ആരും വേറെ എവിടെ ശ്രദ്ധിക്കരുത്, എന്നെ തന്നെ ശ്രദ്ധിക്കുക, എന്റെ കോമഡി തന്നെ കേക്ക് എന്നൊക്കെ പറഞ്ഞ് പറയുന്നത് പോലുള്ള ഒരു പ്രകടനവും പറച്ചിലും ഒക്കെ ആയിരുന്നു. ഗംഭീരമായി, സൂപ്പർ ആയിരുന്നു കേട്ടോ, അതിഗംഭീരമായി. നല്ല എനർജി ലെവലായിരുന്നു. വന്ന് പറയുന്ന കോമഡികള്, ആദ്യത്തെ 500 രൂപ പരിപാടി തുടങ്ങി അവസാനിപ്പിക്കുന്നവരെയുള്ള കോമഡികള് നല്ലതായിരുന്നു. ഗംഭീര പ്രകടനം. ചേച്ചി അടിപൊളി, ആസ് ഓൾവേസ് നൈസ് ആയിരുന്നു. എനർജി, ലൗഡ്, സൂപ്പർ. എല്ലാരും നല്ല തന്നെ പറഞ്ഞല്ലേ. അങ്ങനെ സ്റ്റാൻഡപ്പ് പെർഫോമൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പിസ കട്ട് ചെയ്യണ്ടേ? എല്ലാവർക്കും തുല്യമായിട്ടാണ് ഏർപ്പാട്. ചക്രവാണി ചെയ്യും. അത് ഒരു സെക്കൻഡ്, തുല്യമായിട്ട് ചെയ്യണം. തുല്യമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പോരാ, കത്തി പോരാ. മറ്റേ സംഭവത്തിലോ അളക്കാനുള്ള പരിപാടിയൊക്കെ വെച്ച് കറക്റ്റ് ആയിട്ട് അളന്ന് മുറിച്ചല്ല. അതെ അതെ, കറക്റ്റ് ആയിട്ട് അളന്ന് മുറിച്ചല്ല, അളന്ന് മുറിച്ച് ഇതെന്താ സ്ഥലമാണോ അളന്ന് മുറിക്കാനായിട്ട്? ഇതിന്റെ ഡയമീറ്റർ നോക്കണം, നമുക്ക് അതിന്റെ വ്യാസം നോക്കണം, ആരും വ്യാസമൊക്കെ നോക്കണം. നോക്കണ്ടേ? ഇതൻ 2 πr² അല്ലേ വൃത്തത്തിന്റെ വിസ്തീർണം? ആരം ഗുണം ഞാണെന്ന് പറയും വൃത്തത്തിന്റെ വിസ്തീർണം. അതിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ സ്ക്വയർ ആണെങ്കിലും എന്ത് സ്ക്വയർ ആണെങ്കിലും സാർ കേന്ദ്ര ബിന്ദുവിൽ നിന്നും വൃത്തത്തിന്റെ ബാഹ്യ വൃത്താകൃതിയിലേക്കുള്ള ദൂരം അല്ല രമേശ് ചേട്ടാ, ഇവിടെ നമ്മള് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താലേ ഇത് കറക്റ്റ് ആയിട്ട് പൈതഗോറസ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഒക്കെ വേറെ കാര്യമാണ്. ഇപ്പൊ ഒരൊറ്റ മില്ലിമീറ്റർ ഇവിടെ മാറ്റി കറക്റ്റ് വെക്ക്. കറക്റ്റ് വെച്ച് 7.5 വരുന്നുണ്ട്. ഇപ്പൊ 7.5 ആണ് റേഡിയസ് വരുന്നത്. ഒന്ന് നമ്പർ എടുത്തേ.
മോനെ ഇത് എന്താണ് ആധാരം ചെയ്യണം? 4 4 5 6 7 നിനക്ക് അവന് കൊടുക്കണോ? നീ പോയില്ലേ? എന്തെന്നാടാ നാണം ഉണ്ടോ നിനക്ക്? പരിപാടി നന്നായാൽ തരാന്ന് പറഞ്ഞിരുന്നു. നിക്കട്ടെ എണ്ണം അല്ലേ? ഇപ്പൊ നമ്മൾ എത്ര പൈസ ആക്കണം? 10 10 10 പൈസ ആക്കണം അല്ലേ? 10 പീസ് കൃത്യമായിട്ട് ഇയാൾക്ക് വേണം വേണ്ടല്ലോ. സ്ഥലം വെച്ചോ. അയാൾക്ക് വേണം. കൊടുത്തോ. ഞാൻ മുറിക്കാണേ. ഇതിന്റെ പേര് കറക്റ്റ് ആണ്. 1 ഇഞ്ച് പോലെ. 1 ഇഞ്ച് മാറിയ ചക്രവാണി. ഇല്ല മാറില്ല. കറക്റ്റ് പിടിച്ച്. കയ്യിൽ തട്ടല്ലേ. ഓ ഇത് മുറിക്കുമ്പോ വായിന്ന് വെള്ളവും വന്ന്. ഒരു കഷ്ണം തലക്കുറ്റി കളഞ്ഞ ഒരു ഓഡിയൻസ് കൊതിയിടുന്നുണ്ട്. അതല്ലേ അത് ശരിയാണ്. കളയാനില്ല. ആ കളഞ്ഞ കഷ്ണത്തിന് ഇതിന്റെ ടോട്ടൽ വിസ്തീർണത്തിൽ നിന്ന് കുറയ്ക്കണം കേട്ടോ. ആ കുറയും, പക്ഷെ വിസ്തീർണത്തിൽ എന്നാണ് ഇതിന്റെ പോക്കൊരു നടത്തണം? അതൊക്കെ നമ്മൾ നടത്തി തരാം. കഴിച്ചോ, വാ എടുത്തോ. കൊടുത്തോ പൈസ. ആ പയ്യന ആദ്യം കൊടുക്കേ. കൊണ്ടുവന്ന് എടുത്തോ. ഞാൻ ഇവിടെ വിളമ്പാൻ നിൽക്കുമല്ല. ഈ എടുക്കുമ്പോ 1 ഇഞ്ച് അതായിരിക്കരുത് കേട്ടോ. ഒരു സെക്കൻഡ്. നമ്മുടെ കൊണ്ടുവന്ന പയ്യന് ഇവിടേക്കാണേ. അപ്പൊ അവനൊരു ചെറിയ പീസ് കൊടുക്കണ്ടേ നമ്മള് അല്ലേ? നമ്മുടെ ഇത്തിരി പുള്ളിക്ക് കൊടുക്കാ. ഒരു കഷ്ണം പുള്ളിക്ക് കൊടുത്തേ. ഒരു കഷ്ണം പുള്ളിക്ക് കൊടുക്കാം. അതായത് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. കട്ട് ചെയ്യണം. പിന്നെ അല്ല ഒരു 1.5 സെന്റിമീറ്റർ കഴിക്കണം പ്ലീസ്. ഒരു 1.5 സെന്റിമീറ്റർ സാർ. 1.5 കൂടുതൽ. ദേവ് സാർ കൊടുത്തു. നമ്മുടെ വീട്ടിൽ വന്ന മഹാലക്ഷ്മി സന്തോഷം. കരയണ്ട കഴിച്ചു ചേട്ടാ കരയണ്ട. ഞാന് ഒരുപാട് വീടുകളിൽ ഇതുപോലെ ഇങ്ങനെ ഡെലിവറിക്ക് പോയി ബാക്കി വന്ന ഭക്ഷണം കാട്ടി കളഞ്ഞാൽ പോലും ഒരു തുണി ഞങ്ങളെ ബേബി മോനാളി കഴിക്കു ചേട്ടാ. നിങ്ങൾ ഞങ്ങളെ കൂടെ കരയിപ്പിക്കാതെ. അതിൽ പ്രൊഫസർ വല്ല കാര്യമുണ്ട് എന്നെ പോലെ കഴിക്കുന്നത്. അരി മേഡം മഹതിയ കഴിക്കു ചേട്ടാ. ഞാനാ വല്യമ്മ മഹാത്ഭുതം. അപ്പൊ ശരി. അച്ഛാട്ടാ പോകുന്ന വഴിക്ക് ഈ പെട്ടി ഒന്ന് കളഞ്ഞേക്കാവോ? ഞാൻ ഈ പെട്ടി കളയില്ല. എന്റെ വീട്ടിൽ കൊണ്ടുപോയി ചില്ലിട്ട് വെക്കും. നല്ലായിരുന്നു കേട്ടാ. അമൃത അടുത്ത ആളെ വിളിച്ചു. അങ്ങനെ ഫിസിയൊക്കെ കഴിച്ചിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. അതേ എനർജിയിൽ ഒരു സ്റ്റാൻഡപ്പ് പെർഫോമൻസ് നമുക്ക് കാണാം. പെർഫോം ചെയ്യാൻ എത്തുന്നു ഗ്രീഷ്മ. രമേശേട്ടാ, ഗ്രീഷ്മേ ഒരു 5 മിനിറ്റ് മുമ്പ് വന്നിരുന്നെങ്കിൽ ഞങ്ങൾ പിസന്റെ കാണായിരുന്നു. ഒരുത്തിന് ഇനി മുമ്പ് തിന്നിട്ട് പോയി. അതിപ്പോ ശരിയായി തരാം. പക്ഷെ എനിക്ക് പറയാൻ പറ്റും തോന്നല്ലേട്ടാ. കാരണം എന്താ അറിയോ, ഞാൻ സാധാരണ ഈ ഗർഭിണികളുള്ള വേദികളിൽ അധികം ഞാനിപ്പോ പങ്കെടുക്കാറില്ല. എന്താ വെച്ചാലേ ഞാനൊരു പറഞ്ഞോട്ടേക്ക്. ഞാൻ മുഴുവനാക്കട്ടെ. എന്തായാലും ഇവിടം വരെ വന്നല്ലേ. പറഞ്ഞോ. വിഷമം പറയട്ടെ ഞാൻ. പറഞ്ഞോ. ബേബിച്ചാനെന്താണ് ചൂടായിട്ടിരിക്കുന്നത്? അതല്ല, ഞാനേ 2 ആഴ്ച മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. പക്ഷെ കണ്ടന്റ് കിട്ടുന്നില്ല. കാരണം ഞാൻ എന്തിട്ട് കഴിഞ്ഞാൽ അവര് പറഞ്ഞ മോണിറ്റൈസേഷൻ ആണ്, സ്വന്തം കണ്ടന്റ് അല്ലെന്ന്. പക്ഷെ ഇരിക്കണ്ട, 3-4 വർഷത്തേക്കുള്ള കണ്ടന്റ് ആണ് വൈറ്റി കിടക്കുന്നത്. സ്വന്തം കണ്ടന്റ് അല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതായത് ഞാൻ പോവാറില്ല ഗർഭിണികളുള്ള ഒരു വേദികളിൽ ഞാനിപ്പോ പങ്കെടുക്കാറില്ല. ഭയങ്കര ഓടിക്കും, ടെൻഷൻ കയറും. അതൊക്കെയാണ്. ഇപ്പൊ ഗർഭകാലമൊക്കെ ഇഷ്ടം പോലെ നല്ല കണ്ടന്റ് ആക്കി പലരും വിറ്റ് കാശാക്കുന്നുണ്ട്. ഇത് പിന്നെ കാലം കഴിയുകയും ചെയ്ത് അതാണ് പറ്റിയത്. ഗ്രീഷ്മ എവിടുന്ന വന്നത്? ഞാൻ കൊടുങ്ങല്ലൂര്. അല്ല, പാട്ട് പാടാൻ മാത്രമല്ല അത്യാവശ്യം കോമഡി പറയാൻ അറിയാം. അങ്ങനെയാണെങ്കിൽ തുടങ്ങാം. ടെൻഷൻ കൂടുന്നേക്കുമ്പോ തുടങ്ങാം. ഓക്കെ, നന്നായിട്ട് ചെയ്യേ. താങ്ക് യു. അപ്പൊ ഞാൻ ഗ്രീഷ്മ രാമചന്ദ്രൻ. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, നിങ്ങക്ക് ഫീൽ ചെയ്യണില്ലേ? സാധാരണ ഞാൻ ഈ ടെൻഷൻ വരുമ്പേ റീൽസ് ഇരുന്ന് കാണും. നിങ്ങക്ക് ഉണ്ടോ സ്വഭാവം? നല്ല റിലാക്സേഷനാണ്. കാരണം മനുഷ്യ മനസ്സിനെ രമേശ് ചേട്ടനോളം അടുത്തറിഞ്ഞിട്ടുള്ളവരിലാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം റീൽസിനെ കാണുന്നത്. നമ്മുടെ ഇമോഷൻസിനെയൊക്കെ പറയാതെ മനസ്സിലാക്കുന്ന ഒരാള് കൃത്യമായ സമയങ്ങളിൽ കൃത്യമായ റീൽസ് നമ്മളിലേക്ക് അയച്ചു തരുന്ന ആ ഒരു ഇൻസ്റ്റാഗ്രാമേട്ടായി പുള്ളിയൊന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ബേബിച്ചായോ, നിങ്ങളുടെ ഈ പൊരിഞ്ഞ സ്നേഹം കാണുമ്പോണ്ടല്ല ഞങ്ങളുടെ വീട്ടിലെ മുടിഞ്ഞ അടിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്.
കുറച്ചാൾ മുമ്പേ ഞാനും എന്റെ ഭർത്താവും തമ്മിൽ ഭയങ്കര അടിയായി. പുള്ളി അവസാനം മറ്റേ നമ്മുടെ ചാന്തുപൊട്ട് ലൈനിലേക്ക് എത്തി. ഏത് റോസിക്ക് എന്റെ സംസാരം പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ റോസി വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോക്കോളാൻ. ഞാൻ നേരെ എന്റെ ഏട്ടായിയുടെ അടുത്തേക്ക് പോയി. ഏട്ടായി കൃത്യമായി എനിക്ക് ആവശ്യമുള്ള സാധനം എന്റെ കയ്യിൽ തന്നു. ഒരാൾ നഷ്ടപ്പെടുത്തിയ ഒന്നിനെ മറ്റൊരാൾക്ക് മനോഹരമായിട്ട് പ്രണയിക്കാൻ കഴിയും. കവി എഴുതോ ഇതുപോലെ? അതായത് 2 വരിക്കുള്ളിൽ ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ ഹൃദയത്തെ കവർന്നു എന്ന് വേണം പറയാൻ. ചായ കുടിക്കാനുള്ള ആഗ്രഹമായിട്ട് ഞാനും വിട്ട്. ആ യാത്ര ചെന്നെത്തിയത് ഒരു ചെക്ക് പോസ്റ്റിലാണ്. ചായ കുടിക്കാനുള്ള ആഗ്രഹമായിട്ട് ഞാൻ ചെന്ന് കയറിയത് മലയ്ക്കപ്പാറ എന്ന സുന്ദര ഗ്രാമത്തിൽ. വെറും 170 കിലോമീറ്റർ. എന്തായാലും അവിടെ വരെ എത്തിയതല്ലേ, ഒരു സെൽഫി എടുത്ത് പോസ്റ്റ് ഇട്ടേക്കാന്ന് കരുതി ഞാൻ പോസ്റ്റ് അങ്ങോട്ട് ഇട്ട്. സോളോ റൈഡ് വിത്ത് മൈ പാർട്ട്ണർ എന്റെ വണ്ടി. സംഭവം ഫേസ്ബുക്കിൽ വീണതും ശങ്കരമ്മാവന്റെ ഫസ്റ്റ് കമന്റ് വന്നു. പൊന്നുമോളെ, നിനക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അമ്മാവനോട് പറയായിരുന്നില്ല? അമ്മാവൻ നടത്തി തരൂലേ മോളെ? നീ എത്രയും പെട്ടെന്ന് തിരിച്ചു വരിക, നിന്നെയും കാത്ത് കണ്ണീർ വറ്റാതെ നിന്റെ കുടുംബം. അമ്മാവന്റെ വിചാരം ഞാൻ ഏതോ ഒരു പാർട്ട്ണറെ പൊളിച്ചോടി പോയിക്കണെന്നാണ്. അല്ലെങ്കിൽ കള്ളക്കളവ് സമ്മതിക്കൂല, എവിടെ പോയാലും തിരിച്ചു വിളിച്ചോണ്ട് വരും, രക്ഷപ്പെടാൻ സമ്മതിക്കൂല. അതേസമയം ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഈ പോസ്റ്റ് ഇട്ടതും 10 മിനിറ്റിനുള്ളിൽ എന്റെ സോളോ റൈഡ് ഒരു പഞ്ചായത്ത് റൈഡായിട്ട് മാറി. അടുത്ത റൈഡിന് ഒരു 10 പേരെ കൂടി എനിക്ക് കൂടുതൽ. അല്ലാതെ എന്നെ പോലെ തന്നെ ഈ വരാതിരിക്കാൻ ഏത് ഭ്രാന്ത് അല്ലേ? ശ്രദ്ധിക്കണ്ടോന്ന് അറിയാൻ വേണ്ടിയാ. ഭ്രാന്ത് വരാതിരിക്കാൻ വേണ്ടി റൈഡ് പോയ ഭാര്യമാരായിരുന്നു എല്ലാവരും. തിരിച്ചു വന്നതിന് ശേഷം ഞാൻ ആലോചിച്ചു, ഞാൻ എന്തിനാ പോയത്? ഭ്രാന്ത് വരാതിരിക്കാൻ, ചായ കുടിക്കാൻ. അല്ലേ, നിങ്ങൾ മറന്നില്ലേ? അപ്പൊ പിന്നെ എന്നെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? സംഗതി മറന്ന്. പക്ഷെ ഞാൻ ചായ കുടിച്ച് തിരിച്ച് വീട്ടിൽ വന്ന് അടുക്കള കയറി ചായ ഇട്ട് കുടിച്ച്. ഈ യാത്ര കൊണ്ട് എന്ത് നേടിയെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ ഇനി ചായ കുടിക്കാൻ പോകാൻ ഒരു ആക്രാന്തം. ഇത് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് പറയണ, പൊന്നുമോളെ അടുത്ത പ്രാവശ്യം പോകുമ്പോ നീ ചായ കുടിക്കാൻ പറഞ്ഞാലും ചായപ്പൊടി കുടിക്കാൻ മറക്കല്ലേട്ടാ, കാരണം തിരിച്ചു വന്നിട്ട് നിനക്ക് ചായ ഇട്ട് കുടിക്കേണ്ടിയിരുന്നു. അതെന്റെ കഷ്ടകാലത്തിന് മധുരമില്ലാത്ത ചായയും കാരണം പഞ്ചസാര കുടിക്കാൻ മറന്നു. തിരിച്ചു വരാൻ കടയിൽ കയറുന്ന വെച്ചാൽ അതും മറന്നു. അയ്യോ, ഒരു കാര്യം വിട്ടുപോയി. അതായത് ഞാൻ വേറെ വിചാരിക്കരുതിട്ടാ, ഞാനൊന്നും നേടിയില്ല എന്ന് പറയുന്നതല്ല. വേറൊരു സംഭവം എന്റെ ജീവിതത്തിൽ നടന്നു ഈ റൈഡിന് ശേഷം. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഈ ഒരു അവസരത്തിൽ അത് പറയുന്ന ഔചിത്യാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാനാവാത്തൊരു കാര്യമായതുകൊണ്ട്, പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ഞാനിവിടെ പറയാണ്. പറ്റില്ലെങ്കിൽ എഡിറ്റിങ്ങിൽ കളഞ്ഞാൽ മതി. അതായത് എനിക്ക് ഈ റൈഡിന് ശേഷം ഞാൻ ഒരു ജോലിക്ക് കയറി. ഒന്ന് കൈയടിക്കോ? എന്റെ ജീവിതത്തിലെ സന്തോഷമുള്ള ഒരു മുഹൂർത്താണ്. 2-3 ദിവസമായിട്ടുള്ള ജോലിക്ക് കയറിയിട്ട് അതിന്റെ ഒരു തിരക്കിലാണ് ഞാൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേരള മോട്ടോർ റൈഡേഴ്സ് എന്ന് പറയുന്ന കേരളത്തിലെ 14 ജില്ലകളിലെയും ആൾക്കാരുള്ള വലിയൊരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനാണ് ഞാൻ. 8 പേരടങ്ങുന്ന ഗ്രൂപ്പിനെ ഞാൻ ഒറ്റയ്ക്കാണ് കൊണ്ട് നടക്കുന്നത്. പിന്നെ സഹായത്തിന് കൈസഹായം എന്ന് പറയാൻ ശങ്കരമ്മാവനേ ഉള്ളൂ, കാരണം ലേഡീസ് ഓൺലിയാണ് ഗ്രൂപ്പേ. അമ്മാവന്റെ കാര്യം പറയുകയാണെങ്കിൽ 58 വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം നടക്കാത്തതുകൊണ്ട് ഈ 80s മോഡൽ പ്രൊഫൈൽ ഫോട്ടോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് ലൈക്കും കാത്തിരിക്കുകയാണ് പാവം. എന്നിട്ടും കിട്ടുന്നത് 5 ലൈക്കാണ്. അതേസമയം കാത്തിരിക്കാൻ സമയമില്ലാത്ത നമ്മൾ ഇൻസ്റ്റഗ്രാമേഴ്സ് ടിഫിൻ ബോക്സിൽ ബിസ്ക്കറ്റ് വയ്ക്കാൻ മറന്നതിനെ സ്വന്തം അമ്മനോട് വഴക്കിട്ടിരിക്കുന്ന തന്റെ ക്യൂട്ടി ബേബിയെ ആ ക്രൂരയായ അമ്മയിൽ നിന്നും മോചിപ്പിച്ച് അവളുടെ കൊട്ടാരമാകുന്ന റിയൽ ലൈഫിൽ നിന്നും അവന്റെ കുടിലിലെ റിയൽ ലൈഫിലേക്ക് കൈ പിടിച്ചുകൊണ്ട് പോകുന്ന വീഡിയോക്ക് കിട്ടുന്നത് 5 മില്യൺ വ്യൂസ് ആണ്. ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഫേസ്ബുക്ക് അങ്കിൾസിന് കുരുപൊട്ടും. അവരപ്പം തന്നെ ഒരു പോസ്റ്റ് ഇടും. കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്ന മാതാപിതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഇന്ന് മലപ്പുറത്ത് നടന്നത് എന്ന് തുടങ്ങി. പൊന്നുമക്കളെ, അച്ഛനമ്മമാരുടെ സ്നേഹത്തോളം വരില്ല ഭൂമിയിലെ മറ്റൊരു സ്നേഹവും എന്നുള്ള യഥാർത്ഥ സ്നേഹം തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നിടത്തേ ദാ പോകുന്നു ചിറക്കൽ ശ്രീഹരിയുടെ പെണ്ണ് എന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് തന്റെ ക്യൂട്ടി ബേബിയെ ഊട്ടുന്നതും ഒരുക്കുന്നതും സ്കൂളിലേക്ക് അയക്കുന്നതുമായ വീഡിയോ പങ്കുവെച്ച് റിയൽ ലവ് എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. ഇനി കാത്തിരിപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല, ക്ഷമയുടെ കാര്യത്തിലും നമ്മുടെ അങ്കിൾസ് മുന്നിൽ തന്നെയാണ്. ഉച്ചയ്ക്ക് ഒരു ചക്കരിശ്ശേരി കൂട്ടിയാലോ, ഒരു മാമ്പഴപ്പുളിശ്ശേരി കൂട്ടിയാലോ അപ്പൊ നൊസ്റ്റാൾജിയ ഇറക്കണം. അത് നിർബന്ധ. ഈ ചക്കരിശ്ശേരിയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് ഈ ചക്കരിശ്ശേരിയിലെ ചക്കയെക്കുറിച്ചും ചക്കയിലെ ചക്കക്കുരുവിനെ കുറിച്ചും ചക്കക്കുരുവിന്റെ ഔഷധ ഗുണങ്ങളെ പറ്റിയും എന്തിനേറെ പറയാണ് ഈ ചക്കയുണ്ടായ പ്ലാവിന്റെ ചരിത്രത്തെ കുറിച്ച് വരെ കുറിപ്പ് എഴുതി പോസ്റ്റ്. അതേസമയം ഇതിനൊന്നും ക്ഷമയില്ലാത്ത നമ്മൾ ഇൻസ്റ്റഗ്രാമേഴ്സ് ചൈന വൻമതിലിന്റെ ഫോട്ടോ ഇട്ട് അവരെ 1 വേർഡ് ക്യാപ്ഷനാണ്. ഏത് വൈബ്സ് മൂഡ്സ് ഗോൾസ് ലൈഫ് ദാറ്റ്സ് എൻജോയ്. ഇത് കാണുമ്പോൾ എനിക്കും തോന്നി എൻജോയ് ചെയ്യാൻ നല്ലത് ഇൻസ്റ്റഗ്രാമാണ്. മാത്രമല്ല പുറത്തു പറയാൻ പാടില്ല. എന്റെ പിള്ളേരും പറഞ്ഞ് അമ്മയുടെ ഈ തള്ള വൈബ് മാറി കിട്ടാനായിട്ട് 3 നേരം ഇൻസ്റ്റഗ്രാം സേവിച്ചാൽ മതി. അത് പ്രത്യേകം പറയുകയാണെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പും രാവിലെ ഉണർന്നതിന് ശേഷം വെറും വയറ്റിൽ സേവിച്ച് കഴിഞ്ഞാൽ അത്യുത്തം മാത്രമേ. ഇത് കേട്ടോണ്ട് ഞാൻ എന്ത് ചെയ്ത് ഫേസ്ബുക്കിൽ നിന്ന് യാത്ര പറഞ്ഞ് നേരെ ഇൻസ്റ്റഗ്രാമിലേക്ക് യാത്ര തിരിച്ച്. അപ്പൊ ഉണ്ട് നമ്മുടെ അഴകിയരാമുള്ള ശ്രീനിവാസം പറഞ്ഞ പോലെ ഫേസ്ബുക്കിലേക്ക് കയറി ചെല്ലുന്നവർക്കൊക്കെ സുക്രാണം പൈസ കൊടുക്കുന്നുണ്ട് അത്രേ. ഞാനും കയറി ചെന്നു.
അപ്പൊ എന്നോടൊരു ചോദ്യം, സ്വന്തമായി എന്തുണ്ട് കയ്യിൽ കണ്ടന്റ്? ഈ ഒരു തണ്ടിൽ എന്തുണ്ട് ഏട്ടാ? പണ്ടാരോ പറഞ്ഞ പോലെ ഇല്ലത്തൂന്ന് ഇറങ്ങുകയും ചെയ്ത് കൊല്ലത്തോട്ടോട്ട് എത്തിയൂല്ല. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും എനിക്ക് ഇപ്പോഴും ഒരു കൗതുകം കൊണ്ടിട്ടാ. എന്താണെന്നറിയോ, അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു 1 day ചലഞ്ച് നടത്തുകയാണെങ്കിൽ, അതായത് നമ്മുടെ ന്യൂജൻ ഇൻസ്റ്റാഗ്രാമേഴ്സിനാ ഒരു ദിവസത്തേക്ക് ഫേസ്ബുക്കിലേക്കും, ഫേസ്ബുക്ക് അങ്കിൾസിനാ ഒരു ദിവസത്തേക്ക് ഇൻസ്റ്റാഗ്രാമിലേക്കും പറഞ്ഞു വിടുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയയിലെ അവസ്ഥ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് കമന്റ് ഇടുക. നല്ല കമന്റ് അടുത്ത കണ്ടന്റ് ആയിട്ട് ഞാൻ വരാം. നന്ദി, നമസ്കാരം. ഗ്രീഷ്മ നല്ലതായിരുന്നു, നല്ല കണ്ടന്റ്. പിന്നെ ഈ ഇൻസ്റ്റാഗ്രാം ഇപ്പൊ ന്യൂജൻ ആൾക്കാർ മാത്രമല്ലല്ലോ ചേച്ചി, നമ്മളെപ്പോലുള്ള ഒന്നും വേണ്ട, ഈ ഇൻസ്റ്റയില് ക്യാപ്ഷൻ ഇട്ട് ലൈക്ക് മേടിക്കുന്ന ഒരു വലിയ മനുഷ്യന് വേണ്ട. ആരാന്നറിയാമോ? ദാ ഇരിക്കുന്നു രമേശ് ചേട്ടന്. എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ ജോലിയില്ല, ഫോട്ടോ എടുക്കുമ്പോ തന്നെ എന്റെ കൂട്ടത്തിൽ ഒരു ക്യാപ്ഷൻ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഈ ഗ്രീഷ്മ പറഞ്ഞതുപോലെ വലിയ കഥകൾ എഴുതാതിരിക്കുന്നത് നല്ലതാണെന്ന് എപ്പോഴും തോന്നും. വളരെ കുറച്ച് പോസ്റ്റുകൾക്ക് മാത്രം വലിയ കഥ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോ തന്നെ ഒരു ക്യാപ്ഷൻ കിട്ടിയിട്ടുണ്ട്, അതങ്ങ് ഇട്ടുകളയും. പക്ഷെ അതെല്ലാം വൈറലാണ്, അതെല്ലാം വൈറലാണ്. അല്ല, എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും ക്യാപ്ഷൻ കിട്ടിയതിന് ശേഷമാണോ ചേട്ടാ ഫോട്ടോ എടുക്കണേന്നുള്ളത്. ഒപ്പം കിട്ടും, സത്യം. അതേ ന്യൂജൻ ആൾക്കാരും പണ്ടത്തെ ആൾക്കാരും നമ്മൾ ഡിഫറൻസ് ആണ്. അങ്ങനെ പണ്ടത്തെ ഒന്നല്ല ഞാൻ പറയുന്നത്. എടോ എന്ത് തോന്നിയാസോടോ താൻ പറഞ്ഞത്? പണ്ടത്തെ ആൾക്കാരെ അതാണ് ഡിഫറൻസ്. ഒറ്റ വരി ക്യാപ്ഷൻ ഇടുന്ന ഞാൻ പണ്ടത്തെ ആളും വലിച്ചു വാരി മെഴുകിയിടുന്ന ഇവര് പുതിയ ആൾക്കാരും. അല്ല, അത് ഞാനും സമ്മതിച്ചു കൊടുക്കില്ല. ഞാൻ ആ കുപ്പായം കണ്ടിട്ട് നിനക്ക് അവിടെ വിളിച്ചിട്ട് പണ്ടത്തെ ആളെന്നൊക്കെ വിളിക്കാൻ എങ്ങനെ തോന്നിയെന്ന് എനിക്ക് മനസ്സിലാവുള്ള അമൃത. അതുപോലെ ഇപ്പൊ അങ്ങനെയൊന്നും പറയരുത് അമൃത, ശാപം കിട്ടുന്ന വർത്താനങ്ങൾ പറയരുത്. പണ്ടത്തെ ആളെന്ന് അമൃതയുടെ പാസ്പോർട്ട് ഒന്ന് അയച്ചതാ, എന്നിട്ട് ഞാൻ പറയാം. അല്ല, പെട്ടിരിക്കുന്ന അമൃതയെ പോലുള്ളവരാ, അമൃതയെ പോലുള്ളവരെ പെട്ടിരിക്കുന്നത്. കാര്യം 90 കിഡ്സിനോട് യോജിക്കാനും പറ്റുന്നില്ല, മറ്റേനോട് ജെൻസി എടുക്കുന്നുമില്ല. ജെൻസി അവർക്ക് മനസ്സിലാക്കാനും പറ്റില്ല, ഒന്നും പറ്റില്ല. ഇതിന്റെ ഇടയ്ക്ക് പെട്ട് ഒരു അമൃതയുടെ കാറ്റഗറി അല്ലേ? സത്യല്ലേ? ഇപ്പൊ അമൃതയുടെ ഇഷ്ടപ്പെട്ട പാട്ട് ചെയ്ത് പറയും. അങ്ങനെ ചോദിച്ചാ ഇഷ്ടപ്പെട്ടൊരു പാട്ട് ചെയ്ത് പാട്ട് പറയും. പെട്ടെന്ന് ചോദിച്ചാ പണ്ടത്തെ പാട്ടൊക്കെ അത് തന്നെ എല്ലാരും പറയും. ഇതാ പറഞ്ഞത്, ഇത് തന്നെ പറഞ്ഞത്. പണ്ടത്തെ പാട്ടിന് നിങ്ങൾക്ക് ഇഷ്ടം, എന്നിട്ട് കുറ്റം നമ്മക്കും. കുറ്റം നമ്മക്ക്. ഇവർക്ക് എല്ലാ പണ്ടത്തെ പാട്ടുകൾ തന്നെ ഇഷ്ടവും കാര്യങ്ങളും ഒക്കെ. ധൈര്യം ഉണ്ട് ജനിച്ച വർഷം പറ. ഞാൻ 1996. ഒന്ന് ആലോചിച്ചു. ഞാൻ 1996 ചോദിച്ചോക്കെ, എന്റെ അമ്മയോട് ചോദിച്ചു നോക്ക്. അത് നിങ്ങൾ നേരത്തെ ചട്ടം കെട്ടിയിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്? ഞാൻ എന്റെ ID കാർഡ് കാണിക്കാം. എന്റെ ID കാർഡ് കാണിക്കാം. ID കാർഡ് നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യും. ആധാർ തന്നെ വിടണം. അമൃതക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. പക്ഷെ ഒരു കാര്യം പറയാം, നമ്മൾ ഈ വിഷയം വന്നപ്പോ തൊട്ട് ബേബി സാർ മിണ്ടാതിരിക്കുവായിരുന്നു. ബേബി സാറിന്റെ പാസ്പോർട്ട് ഞാൻ നിങ്ങളെ കണ്ടാലേ അല്ല, അമൃതേനെ പറയാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ഈ പ്രോഗ്രാമിന്റെ ഒരു ബലം എന്ന് പറയുന്നത് നിങ്ങളല്ല, അമൃതയാണ്. പിന്നെ നേരത്തെ ഗ്രീഷ്മ പറഞ്ഞില്ലേ 50 വയസ്സായിട്ട് ഫോട്ടോ ഇട്ട് മഴ കാത്തിരിക്കുന്ന വേഴാമ്പലെന്ന്. ഇതൊക്കെ 89 തീർന്ന ഐഡിയാസുമായിട്ടാ പുള്ളി നിൽക്കുന്നത്. നിങ്ങൾ വേണേ പോക്കോ, പക്ഷെ പാസ്പോർട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും പറയും. ഇൻസ്റ്റാഗ്രാം ഇല്ല, ഫേസ്ബുക്കാ. ഇപ്പോഴും ഞാൻ മകാരം പറഞ്ഞ അമൃത നിന്ന് കൈയടിക്കത് പുതിയ ഐറ്റം. പണ്ട് ബേബി സാറ് ഞാനും കൂടെ വിദേശത്ത് ഒരു പരിപാടിക്ക് പോയപ്പോ ഒരു പെങ്കൊച്ചു വന്നിട്ട് ചോദിച്ചു FB അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ തന്നെ നിന്ന് കുറച്ചു നേരം തപ്പിട്ട് ഈ കൊച്ചു പറഞ്ഞ് കാണുന്നില്ലെന്ന് പറഞ്ഞു. ബേബി സാറ് പറയാണേ മുളവുകാട് ബ്രാഞ്ച് നോക്കാൻ. ഏതാ ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ട് ആ കാലത്ത്. എന്തായാലും നല്ല പ്രകടനമായിരുന്നു. താങ്ക് യു ഏട്ടാ. ഞാനൊരു കാര്യം സത്യം പറയോ? സത്യം മാത്രമേ പറയുള്ളൂ. സത്യം മാത്രമേ പറയുള്ളൂ. ഞാൻ അല്ലെങ്കിൽ സത്യം മാത്രം പറയാം. എത്ര പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗ്രീഷ്മ? അത് കറക്റ്റ് ചോദ്യം. പരസ്യപ്പെടുത്താൻ പറ്റാത്ത രഹസ്യമല്ലേ ഏട്ടാ അതൊക്കെ. എന്തായാലും അമൃത ഡേറ്റ് ഓഫ് ബർത്ത് അമൃതയാണ് ബലം എന്ന് പറഞ്ഞു, അത് ഏറ്റില്ല. ഡേറ്റ് ഓഫ് ബർത്തും ബേബി സാർ അടുത്ത പരിപാടിയിലേക്ക് വണ്ടി എടുത്തേക്കാണ്. കല്യാണം കഴിഞ്ഞൊന്നല്ലോ? 2 മക്കളുണ്ട്. കല്യാണം കഴിഞ്ഞ് അതുകൊണ്ടല്ലേ ആ ചോദ്യത്തിന് ഉത്തരം വരാത്ത. കല്യാണം കഴിഞ്ഞതാണെന്നും എനിക്ക് 2 മക്കളുണ്ടെന്നും പുറം ലോകത്ത് അറിയിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണത്. വിശ്വസിക്കുന്നില്ല. 2 കുട്ടികളുടെ അമ്മയാന്നൊക്കെ പറഞ്ഞ അത് അമൃതയുടെ വിശ്വസിക്കാൻ പറ്റില്ല. ഗ്രീഷ്മ നിങ്ങൾ ആരോടാ പറയുന്നേ? അതെ, നിങ്ങൾ പ്രചോദേട്ടന്റെ മൂത്ത മോനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അയ്യോ, അവനൊക്കെ ഭയങ്കരമാണ്. വലിയൊരു മനുഷ്യനാണ് അവൻ, വേറൊരു മനുഷ്യനാണ് അവൻ. ഇവിടുന്ന് കിട്ടി. ഇവര് ഒരേ ഷർട്ട് 2 പേരും ഇടും. ഇത് മോളുടെ ഏതാ?
ഈ പാവാടയും ടോപ്പും ഒക്കെയാ? ആഹാ, അടിപൊളി. എന്നിട്ട് പോലും പിടിക്കപ്പെട്ടു. വേണ്ട, എന്താ വിധി. നന്നായിരുന്നു ഗ്രീഷ്മേ, അടിപൊളിയായിരുന്നു കേട്ടോ. ആ വിഷയം ഇങ്ങനെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് പൊതുവെ ഇപ്പം വയസ്സായവര് ഫേസ്ബുക്കിലും ചെറുപ്പക്കാർ ഇൻസ്റ്റാഗ്രാമിലും എന്നുള്ളൊരു പറച്ചില് ചെറുപ്പക്കാര് തന്നെ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അപ്പുറത്താണ് വരുമാനം ഉള്ളു. ശരിക്കും വരുമാനമുള്ളിടത്ത് ആൾക്കാർ കൂടെ. ഞങ്ങൾക്ക് നേരം കളയാനില്ല, വരുമാനം വേണം. അവിടെ നിൽക്കുകയാണ്. ഗംഭീരമായി കേട്ടോ. ഗ്രീഷ്മ അടിപൊളിയായിട്ടോ. ഞാൻ ഈ ഗ്രീഷ്മയുടെ കാര്യം പറഞ്ഞപ്പോഴേ കഴിഞ്ഞ ഷാരടി ഒരു പരിപാടിക്ക് ഈ ഓണത്തിന് ചെന്നപ്പം എല്ലാവരും കമ്മിറ്റിക്കാർക്ക് നല്ല വെള്ളം. അപ്പൊ ഈ ആദ്യത്തെ സ്വാഗത പ്രാസംഗി നിന്നിട്ട് നമ്മളെ വിവരിക്കുന്നുണ്ട് പുള്ളി. നല്ല സംസാരിച്ചിട്ട് നിങ്ങൾ എഴുതി വെച്ചോ, ഈ പ്രജോ എന്ന് പറയുന്ന ആള് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല. നിങ്ങൾ എഴുതി വെച്ചോ പറയുന്നുണ്ട്. അപ്പൊ ഒരു കവിയുണ്ട് അവിടെ എഴുതി, അവരുടെ പുസ്തക പ്രകാശനമുണ്ട്. അതിന്റെ പേര് ഇന്ദിരയാണ്. നിങ്ങൾ എഴുതി വെച്ചോ, ഈ ഇന്ദിര നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല. പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് രാജീവ്. നിങ്ങൾ എഴുതി വെച്ചോ, ഈ രാജീവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞ് ഈ സ്വാഗത പ്രസംഗം ഒരു 40 മിനിറ്റ് പോയി. അപ്പൊ എല്ലാരും എഴുതി വെച്ചു. അപ്പൊ ഈ സെക്രട്ടറി പുള്ളിയാണല്ലോ അടുത്ത പ്രസിഡന്റ്. പുള്ളി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, രത്നാകര നീ എഴുതി വെച്ചു, അടുത്ത കമ്മിറ്റി നീ ഉണ്ടാവില്ല. ഇത് ഞാൻ പറയാൻ കാര്യം, ഗ്രീഷ്മ എഴുതി വെച്ചു. ഗ്രീഷ്മ ഒരു ഉഗ്രൻ ആർട്ടിസ്റ്റാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല രസമായിട്ട് അത് എന്താ പറയുന്നത്, തുടക്കം മുതലേ അതിന്റെ ഒരു ഊർജ്ജം ഉണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹലോ നമസ്കാരം. നിങ്ങള് നന്നായിരുന്നു കേട്ടോ. വീണ്ടും നന്ദി പറയാൻ വേണ്ടി വന്നേക്കാ. നിങ്ങളോടും നന്ദിയുണ്ട്. എല്ലാരോടും കൂടിയാണ്. ചെറിയൊരു അബദ്ധം പറ്റി. എനിക്കാ? അല്ല, മുതലാളിക്കല്ല, എനിക്കാണ് പറ്റിയത്. നമ്മൾ നേരത്തെ ഒരു പിസ്സ അവിടെ കൊണ്ടുവന്നില്ലേ, അത് തൊട്ടപ്പുറത്തെ ഫ്ലോറില് ഒരു സോപ്പിന്റെ പരസ്യത്തിന്റെ ഷൂട്ടിംഗ് നടക്കണ്ടായിരുന്നു. അതിലെ നായികയ്ക്ക് വേണ്ടി ഓർഡർ ചെയ്ത സ്ഥലം മാറി നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കഴിച്ചുപോയി. അപ്പൊ അത് ഞാൻ അവർക്ക് വേറെ വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ എനിക്ക് ഷോപ്പിൽ അതിന്റെ പൈസ കൊടുക്കണം. എന്റെ ശമ്പളത്തിൽ നിന്ന് കൊടുക്കാനുള്ള വരുമാനം എനിക്കില്ലേ. മുതലാളിയോടൊക്കെ അല്ലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങളൊക്കെ മഹാമനസ്സിനോട് ഒരു കാര്യം ചെയ്യ്, താൻ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാല് നേരങ്ങടി എന്ന ഒരു ടി ജംഗ്ഷൻ ഉണ്ട്. അവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാല് അറിയാം, എന്റെ ഓഫീസ് അവിടെ ഉണ്ട്. ആ ഓഫീസിന്റെ തൊട്ടപ്പുറത്തൊരു പള്ളിയുണ്ട്. ആ പള്ളി പോയി പറഞ്ഞാൽ മതി. അല്ല സാറേ, അങ്ങനെ പറയില്ലേ. ഞാൻ ഒരു ഷാരടി സാർ ഒന്ന് നിങ്ങള് ഒരുപാട് സിനിമ. ഹലോ, നിങ്ങൾ പറയുന്നതിന്റെ വിഷമം നമുക്ക് മനസ്സിലാവും. ഒരു ജോലിക്കാരൻ അവിടെ കൊണ്ട് അയാളുടെ പൈസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ലോ. അതെ സാറേ. ഇല്ല, നമ്മുടെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിതെല്ലാം GST ടാക്സ് ഒരുപാട് പരിപാടികളില്ലേ. പെട്ടെന്നൊരു അക്കൗണ്ട് തെറ്റിച്ച് പൈസ തരാൻ പറ്റത്തില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞില്ല, ഇന്നലെ കഴിച്ച പോലെ ബില്ല് ഞാൻ ഇവരുടെ പേരിൽ എഴുതി കൊടുക്കും. സാറ് നിങ്ങൾ ഇങ്ങനെ കൈ ഞാൻ ഒറ്റക്കല്ലല്ലോ കഴിച്ചത്. ജോളിമേ, അതായത് നമ്മൾ നേരത്തെ ഒരു ദോശ പോലത്തെ സാധനം തിന്നില്ലേ, പിസ്സ. അപ്പൊ അതിന്റെ കാശ് ഇപ്പൊ പുള്ളിക്ക് കൊടുക്കണമെന്ന് പറയണേ. കാശ് തന്നാണെന്നല്ലടാ നീ പറഞ്ഞ. പിന്നെ എന്തിനാ കാശ്? അതല്ല, അത് തന്നത് വേറെ ആളുടെ ആണെങ്കിൽ നീ കൊടുക്കടാ. നീ കൊടുക്ക്. ഞാൻ കൊടുക്കൂല. അല്ല, അതെങ്ങനെ? വാർദ്ധക്യ പെൻഷൻ കൊടുത്താൽ മതി. അല്ല, നിങ്ങൾ ഇങ്ങനെ ഓരോരുത്തർ അങ്ങോട്ട്, എനിക്ക് കുറെ ഓർഡർ ഉള്ളു. ആ പൈസ കിട്ടുകയാണെങ്കിൽ എനിക്ക് എന്റെ ജോലിക്ക് പോയിരുന്നു. നിങ്ങൾ ഇത്രയും വലിയ മഹാന്മാരായ ആളുകൾ, ആ പങ്കുവച്ച ചേട്ടനൊക്കെ ഉണ്ടല്ലോ, ചേട്ടൻ ഇടപെടേട്ടാ. അല്ല, നമ്മളെ പങ്കുവെച്ചെന്ന് പറഞ്ഞാൽ എല്ലാവരും കഴിച്ചല്ലോ. അതെ, എല്ലാവരും കഴിച്ചല്ലോ. നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്റെ ശബ്ദം ചെറുതായിട്ട് വരുന്നോലോ. അല്ല, അങ്ങനെയല്ല സാറേ. ഞാൻ പൊരുവയലത്ത് ഇതുപോലെ പണിയെടുത്ത് ഞങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ ഷൂട്ട് മുടക്കിയിട്ടാണോ ജീവിതം മുടക്കിയിട്ടാണോ നിങ്ങൾ ഈ വർത്താനം പറഞ്ഞത്? അപ്പൊ ഷൂട്ട് മുടക്കിയ ഒരു പിസ നിങ്ങൾ മേടിച്ചത് നല്ല ചൂടാൻ പിസയില് കൊണ്ട് തന്നത്. അങ്ങനെ വർത്താനൊന്നും വേണ്ട. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഞങ്ങൾ പഴയ പിസയുടെ ആൾക്കാരൊന്നല്ല. ഞങ്ങൾക്ക് യൂണിയനൊക്കെ ഉള്ളതാ. അല്ല, ഞങ്ങൾ ഒരാളെ തൊട്ടുണ്ട്.
കാശ് കൊടുത്തോട്. ഉള്ള കാര്യം പറയാം. ഒരു കാര്യം ചെയ്യാം. ഒരു ഇത് പറയാം. നമ്മളെല്ലാരും കൂടെ തിന്നത് എല്ലാരും ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യണം. അതിന്റെ പൈസ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യണം. കൃത്യമായിട്ട് പറഞ്ഞില്ല. എത്ര രൂപ എല്ലാരും അതിന്റെ 586 രൂപ GST അടക്കം 586 രൂപ 35 പൈസ. പക്ഷേ പൈസ ഒരു പറയാനൊന്നും കാര്യമുണ്ട്, ഒരു കാര്യമുണ്ട്. ഒരു പീസ് പുള്ളിയും തിന്നില്ലേ? ഒരു പീസ് നിങ്ങൾ കഴിച്ചില്ലേ? അത് അപ്പൊ ആ ഷെയർ പുള്ളിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം. 586.35 ഡിവൈഡഡ് ബൈ 10. അല്ല 10 എങ്ങനെ ശരിയാവുന്നേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ കൊതി കൂടുന്നും പറഞ്ഞൊരു പീസ് എടുത്ത് കളഞ്ഞോ? അത് ഓഡിയൻസിന് വേണ്ടിയാണോ? അപ്പൊ ആ പീസിനെ 35 കൊണ്ട് ഹരിച്ചിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് ആ പൈസ സ്റ്റാൻഡപ്പ് കോമഡി പറയാമെന്ന ഒരുത്തൻ നമ്മൾ കൊടുത്തോ? അവനെന്തേ നമ്മുടെ എപ്പിസോഡ് സ്റ്റാൻഡപ്പ് പറഞ്ഞവൻ എന്തേ? ഞാൻ വിളിക്കുന്നത് നിങ്ങളല്ലേ ആൾക്കാർ നീ ചൂടാവല്ലടാ. പറയല്ലേ. ഇപ്പൊ കാശിന്റെ കണക്ക് പറഞ്ഞ സ്ഥിതിക്ക് അല്ലല്ല, ഇതിന് തീരുമാനം ഉണ്ടാക്കണം. ആ സ്റ്റാൻഡപ്പ് പറഞ്ഞവൻ എന്തേ? ആ സംഗീതം എന്ന് പറഞ്ഞവനുണ്ടോ ഇവിടെ? മോനി കൊന്നേരാ, മോനി കൊന്നേ. കഴിച്ചിട്ട് പോയി ഒളിച്ചിരിക്കണം. അല്ല, കഴിച്ചിട്ട് പോയി ഒളിച്ചിരിക്കല്ലേ. അല്ല ഇതെന്താ മോനെ, നിന്റെ എത്ര പൈസ എടുക്കാനുണ്ടാവും? ഉള്ളത് മതി മോനെ. എത്ര പൈസ എടുക്കണ്ട മോനെ? 64 ഞാൻ ചോദിച്ചല്ലേ തിന്നണ്ടാന്ന്. അപ്പം നിനക്കൊരു ചെറിയ ഫോർമാലിറ്റി ഉണ്ട്. നമ്മൾ നീട്ടുമ്പോ വേണ്ടാന്ന് പറയണ്ടേ അല്ലേ? നാണം കെട്ടി തിന്നല്ലേ? എന്ത് മര്യാദയാണ്? പറഞ്ഞില്ലല്ലോ. അപ്പൊ പറഞ്ഞില്ല, അവനെ പങ്കുണ്ട്. ഒരു കാര്യം ചെയ്യും, നമ്മളാ ഒരു കാര്യം ചെയ്യാം. വേണ കളഞ്ഞ പീസ് ഇവിടെ ഉണ്ടാവും, അത് എടുത്ത് തിരിച്ചു കൊടുക്കുവാണെങ്കിൽ അതിന്റെ വില കുറച്ചു കൊടുത്താൽ മതി. പിന്നെ കളഞ്ഞ പീസ് അവരെല്ലാരും കൈയടിച്ചില്ലേ? അപ്പൊ അവർക്ക് അതിൽ പങ്കുണ്ട്. ഇപ്പൊ ആളൊരാൾക്ക് എത്ര കൊടുക്കണമെന്ന് പറയാം. ലസാഗോ കാണണമെന്നുണ്ടെങ്കിൽ പിന്നെ മറിച്ചിട്ട് കുണിച്ചാ മതി. ഒരാൾക്ക് എത്ര രൂപ വരും? അതായത് 586.35 ആണ് പൈസ വന്നേക്കുന്നത്. 10 വരില്ല, 9.6 ഇട്ട് ഹരിക്കുന്നത്. 9.6. അല്ല ചക്രവാണി, ഒരു മിനിറ്റ്. ഞാൻ കഴിച്ചത് 2ആയിട്ടാ പോയേക്കണം കേട്ടാ. അപ്പൊ അത് അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ ബേസിന്റെ ഇതിൽ കണക്കിലുള്ളത്. അല്ല, ഒരു കുടുംബത്തിലേക്കല്ലേ പോയത്? ആണെന്ന്. പക്ഷെ ഇത് അല്ലല്ലേ, അത് കൃത്യമായിട്ട് പറയാം. അമ്മച്ചി തിന്നാട്ട് ഇപ്പൊ ഉണ്ടായിരിക്കല്ലേ? കൊള്ളത്തില്ലായിരുന്നു. ഞാൻ തിന്നതിന്റെ പകുതി പൈസ കണക്കായിട്ട് പിന്നെയും പിസ വന്നേക്കുന്നത്. ഇത് ആരാ ഓർഡർ ചെയ്തത്? ഇതാരാ ഓർഡർ ചെയ്തത്? ഇത് ഇനി പറ്റത്തില്ല ഇവിടെ. ഇത് നിങ്ങളാണ് ഓർഡർ ചെയ്തത്? ഇതാരാ ഓർഡർ ചെയ്തത്? ഇത് ഇവിടെ ഓർഡർ ചെയ്തിട്ടില്ല. അമൃതയും കണ്ടാണ് ഓർഡർ ചെയ്തത്. ഇത് ഞാൻ ഓർഡർ ചെയ്തത്. എന്തിന്? പിച്ച എടുത്ത് പിസ ഉണ്ടാണ് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിസ തിന്നിട്ട് പിച്ച എടുക്കുന്ന ആൾക്കാരെ ഞാൻ ആദ്യമായിട്ട് കാണാം. അന്ന തിന്ന് കൊണ്ടോറാനായിട്ട് ബാക്കിയുള്ളവർ ജോലിയും കളയാൻ. അവന്റെ അഹങ്കാരം കണ്ടില്ലേ? ഇപ്രാവശ്യം ആള് കുറവാ. എനിക്ക് വലിയ അപ്പൊ ഞാനോ? നിനക്ക് സമ്മാനം വേണ്ടടാ, നീ മത്സരാർത്ഥിയല്ലേ. മറ്റേ കൊച്ചിനെ വിളി. ഇന്നത്തെ വിജയ് ആരാണെന്ന് അറിയുന്നതിന് മുന്നോടിയായിട്ട് മൈ ജി ഫ്യൂച്ചർ മൈ ഇൻസ്പിറേഷണൽ സ്റ്റോറി. ഇൻസ്പിറേഷൻ എന്ന വാക്ക് കലയിൽ പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആണല്ലോ. നമ്മൾ ചില സിനിമകൾ തുടങ്ങുമ്പം ഇൻസ്പയർഡ് ബൈ എ ട്രൂ സ്റ്റോറി, ചില പടങ്ങൾക്ക് മറ്റ് ചില സിനിമകളുടെ സാമ്യത കാണുമ്പോൾ അതിന്റെ സംവിധാനം എടുത്തു തരുമ്പോൾ ഇത് ആ കഥയിൽ നിന്ന് ഇൻസ്പയർഡ് ആയതാണെന്ന് പറയും. പക്ഷേ പിന്നീട് ചില ആൾക്കാർ ചില മോഷണങ്ങളെ ഇൻസ്പിറേഷൻ എന്നുള്ള പേരിട്ട് വിളിക്കാൻ തുടങ്ങി. അത് മോഷ്ടിച്ചതാണ്, മറ്റൊരാളുടെ സൃഷ്ടി അതുപോലെ എടുത്തതാണ്. ഇതിന്റെ ഒരു പ്രകടമായ വ്യത്യാസം മനസ്സിലാക്കുന്ന ഒരു ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥയാണിത്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ പരീക്ഷ എന്ന ചിത്രത്തിലൊരു ഗാനം പി ഭാസ്കരൻ മാഷും ബാബുരാജ് മാഷും ഇറക്കിയിട്ടുള്ള ചിത്രം. അതിനകത്തൊരു മനോഹരമായ പാട്ടുണ്ട്. അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്ന് നിന്റെ കവിളിത്ര ചുമത്തിട്ടില്ല, കണ്ണെഴുതാൻ അറിയില്ല, പൊട്ടുകുത്താൻ അറിയില്ല എന്ന് പറയുന്ന പാട്ട്. വർഷങ്ങൾക്കിപ്പുറം മിഴിരണ്ടിലും എന്ന് പറയുന്ന പടത്തിന്റെ സംഗീത സംവിധാനത്തിന് വേണ്ടി രവീന്ദ്രൻ മാഷ് ഇങ്ങനെ ഇരിക്കുമ്പം വയലാർ ശരചന്ദ്രവർമ്മ, വയലാറിന്റെ മകനാണ്, അദ്ദേഹമാണ് അതിന് വരികൾ എഴുതുന്നത്. അവർ തമ്മിലിങ്ങനെ ഇരിക്കുമ്പോൾ അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്ന് നിന്റെ കവിളിത്ര ചുമന്നിട്ടില്ല, കണ്ണെഴുതാൻ അറിയില്ല, ഈ വരി ഇതുപോലെ പറഞ്ഞിട്ട് രവീന്ദ്രൻ മാഷോട് പറഞ്ഞു, ഇതാണ് ഞാൻ എഴുതാൻ പോകുന്ന പാട്ടിന്റെ മീറ്റർ, പക്ഷെ ഇതിന്റെ ട്യൂൺ മാറ്റണം. ഈ പാട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, പക്ഷെ ഇതിന്റെ ട്യൂണും വരികളും ഒന്നും പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാകരുത്, അത്തരത്തിലൊരു പാട്ടുണ്ടാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ രവീന്ദ്രൻ മാഷും വയലാർ ശരചന്ദ്രവർമ്മയും ചേർന്ന് എഴുതി ഉണ്ടാക്കിയ പാട്ടാണ് എന്തിനായി നിന്നിടം കണ്ണിൻ തുടിച്ചു എന്നുള്ള പാട്ട് വരുന്നത്. ഇത് നമ്മൾ പാടി നോക്കിയാൽ എന്തിനായി നിന്നിടം കണ്ണിൻ തടം തുടിച്ചു,
എന്തിനായി നീ വലം കയ്യാൽ മുഖം മറച്ചു, പഞ്ചബാണൻ എഴുന്നള്ളും നെഞ്ചിലുള്ള കിളി ചൊല്ലി എല്ലാം എല്ലാം അറിയുന്ന പ്രായമായില്ലേ. ഇതാണ് ഇൻസ്പിറേഷൻ, ബാക്കിയുള്ളത് മോഷണം. അടിപൊളി. അപ്പം നമുക്ക് ഇന്നത്തെ വിന്നർ ആരാന്ന് അറിയണമല്ലോ. ഇന്നും എല്ലാ എപ്പിസോഡും പോലെ വളരെ ശക്തിയേറിയ മത്സരമാണ് നടന്നത്. ഇപ്പം സത്യത്തിൽ വിജയിയെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായ ഒരു ജോലിയായിട്ടുണ്ട്. രണ്ടുപേർക്കും കൊടുത്താൽ കൊള്ളാന്ന് പലപ്പോഴും മനസ്സ് പറയുന്നുണ്ട്. ആ അവസ്ഥയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. രണ്ടും ഒപ്പത്തിനൊപ്പം ആകുന്നു. എവിടെ കൊണ്ടാണ് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് വലിയ പാടാണ്. എങ്കിലും അവതരണത്തിന്റെ അനായാസതയും വിഷയത്തിന്റെ പുതുമയും എല്ലാം കണക്കാക്കിയിട്ടാണ് ഓരോ എപ്പിസോഡിലെയും വിജയികളെ കണ്ടെത്തിക്കൊണ്ട് ഇരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിലെ 2 പ്രകടനങ്ങളിൽ കൂടുതൽ മികച്ചു നിന്ന പ്രകടനം ഗ്രീഷ്മ. ഓക്കേ.